പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കാണുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു പുതിയ പുലരി കൂടി തന്ന കർത്താവിൻ്റെ നാമത്തിന് ആയുസ്സും ആരോഗ്യവും ബലവും ശേഷിപ്പിച്ച കർത്താവിൻ്റെ കൃപയ്ക്ക് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട്, ആ നാമത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആധാരമായി സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം. ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളർക്കും, ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. നമ്പേഴ്സ് ചാപ്റ്റർ 17 വേഴ്സ് 5 ആണ് വായിച്ചു കേട്ടത്. നമുക്ക് പരിചിതമായി ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ പശ്ചാത്തലം അറിയാം. ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളർക്കും, ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് നിർത്തലാക്കും. ഇസ്രായേൽ ജനം മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന്, ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ നാട് എന്ന വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് പുറപ്പെടുന്ന ജനം, ഒരു ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കൂടി വെള്ളമില്ലാത്തടത്ത് വെള്ളം കിട്ടി പാറയെ പിളർന്ന് വെള്ളം തന്ന് മുന്നോട്ട് പോകുന്ന ദൈവജനം. അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ചെറിയ ഒരു പിറുപിറുപ്പ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു കലഹം, ഒരു ചെറിയ ഇടർച്ച എന്നൊക്കെ പറയുന്നത് പോലെ അതിനിടയ്ക്കൊരു ഇടർച്ച വന്നത്. അധികാരത്തെ ചൊല്ലി, ലീഡർഷിപ്പിനെ ചൊല്ലി ചെറിയൊരു തർക്കം. മോശയെ മാത്രമേ ദൈവം നിയോഗിച്ചിട്ടുള്ളൂ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. അധികാരവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന അതേ അധികാര തർക്കം എന്ന് പറയാവുന്നത് പോലെ ഒരനുഭവം. അതെ, ഇതിൻ്റെ നടുവിൽ ചോദിക്കുന്ന ചോദ്യം കോരഹ്, അബീനാദാബ്, ഹൂര് തുടങ്ങിയ കുറേ ആളുകളുണ്ട്. അവരൊരുമിച്ച് ഒരു ഗ്രൂപ്പായി, ഒരു കൂട്ടമായി വന്നു. കോരഹിൻ്റെ നേതൃത്വത്തിൽ മോശയോട് വന്ന് ചോദിച്ചു, നിന്നെ മാത്രമേ അധികാരപ്പെടുത്തിയിട്ടുള്ളൂ? ഞങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അധികാരമുണ്ട്, ഞങ്ങൾക്കും പ്രമാണങ്ങൾ അറിയാം, ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ അറിയാം, ഞങ്ങൾക്ക് ദൈവത്തെ അറിയാം. ഒരു തീരുമാനത്തിനടുത്തേക്ക് വരാൻ കഴിയാതെ, ഒരു ക്ലാഷായി ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു സൈഡിൽ മോശയും അഹരോനും അവരുടെ കൂട്ടരും നിൽക്കുന്നു, മറു സൈഡിൽ അധികാരത്തിന് വേണ്ടി വാദിച്ചു നിൽക്കുന്ന മറ്റു മറുവിഭാഗം കോരഹിന്റെ നേതൃത്വത്തിൽ, അബീനാദാബിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ്. എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ നടുവിൽ മോശ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എതിർപ്പാളയത്തിൽ ആഘോഷം നടക്കുന്നു. മോശ ദൈവത്തോട് നിലവിളിച്ചു, എതിർപ്പാളയത്തിൽ കീഴടക്കി എന്നുള്ള സന്തോഷം നടക്കുന്നു. മോശ പ്രാർത്ഥിക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇവിടെ ഒരു പരിഹാരം, ഒരു സൊല്യൂഷൻ എനിക്കില്ല, ദൈവം ഒരു സൊല്യൂഷൻ തരണമേ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിഹാരമില്ലാതിരിക്കുന്ന കാര്യങ്ങൾക്ക്, നിന്റെ അഭിഷേകത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ, നിന്റെ നേതൃത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ, നിന്റെ കഴിവിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ, നിനക്ക് മുന്നോട്ട് പോകാനാകാതെ ഈ എന്തു ചെയ്യുമെന്നറിഞ്ഞ് ഭാരപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ പറയട്ടെ, നിന്റെ കാര്യം കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്ക്. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. യഹോവ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവമല്ല, അതേ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. മാനുഷിക കരങ്ങളല്ല, മാനുഷിക ചിന്തകളല്ല, മാനുഷിക വെല്ലുവിളികളെ കണ്ട് ഭയപ്പെടരുത്. മാനുഷിക ഒറ്റപ്പെടലുകളെയും മാനുഷിക ചേർത്തുപിടിക്കലുകളെയും മാനുഷിക വെല്ലുവിളികളെയും കണ്ട് ഭാരപ്പെട്ടു പോകരുത്. മനുഷ്യർ നിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്നെങ്കിൽ, മനുഷ്യർ നിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നെങ്കിൽ, മനുഷ്യർ നിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നെങ്കിൽ, അത് കണ്ട് പിന്നോട്ട് മാറരുത്. ഇവിടെ ഇരിക്കെ, മുട്ടയിലിരിക്കെ, കുരുകിലൊരു കൂടും നീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് കൂടും കണ്ടെത്തിയിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിനടുത്തേക്ക് വാ. അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ, തക്ക സമയത്ത് സഹായത്തുള്ള വരം പ്രാപിപ്പാൻ കൃപാസനത്തോട് അടുത്തു വാ. നിന്റെ ഹൃദയം വേദനിക്കുമ്പോൾ വരുവാനൊരിടമുണ്ട്. നിന്റെ ഹൃദയം ഉത്തരമില്ലാതെ നിൽക്കുമ്പോൾ വരുവാനൊരിടമുണ്ട്. നിന്നെ ഭാരപ്പെടുന്ന ചോദ്യങ്ങൾക്ക് അതിന് വരുവാനൊരിടമുണ്ട്. നിനക്ക് ഉത്തരമില്ലാതെ, നിനക്ക് മറുപടിയില്ലാതെ, നിനക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനില്ലാതെ ഇരിക്കുന്ന മേഖലയിൽ നിനക്കൊരു മറുപടിയുണ്ട്. മോശ ദൈവസന്നിധിയിലിരുന്നു. ഒരു നിയമം തമ്പുരാൻ മോശയോട് പറഞ്ഞു, 12 വടിവിട്ട് ഗോത്ര സംഖ്യക്കൊത്തവണ്ണം ഓരോ വടിവേലും അവരവരുടെ ഗോത്രം എഴുത്. ലേവി ഗോത്രത്തിന്മേൽ അഹരോന്റെ പേരെഴുത്. എന്നിട്ട് ഈ വടികൾ ആ 12 കൊണ്ട് അകത്ത് തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് വയ്ക്കണം.
ഒറ്റയൊരു രാത്രി വെയിറ്റ് ചെയ്യുക. ഒരു രാത്രി കൊണ്ട് ദൈവം വെളിപ്പെടുത്തും ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തതെന്ന്. ദൈവം തിരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും. ഒരു രാത്രി പരീക്ഷണത്തിന്റെ രാത്രിയാ. ഒരു രാത്രി വെല്ലുവിളിയുടെ രാത്രിയാ. ഒരു രാത്രി ഒരു ഹ്യൂമിലിയേഷന്റെ രാത്രിയാ. ഒരു രാത്രി മുഴുവൻ നിന്നെ താഴ്ത്തി കെട്ടുന്ന, നിന്നെ ചോദ്യം ചെയ്യുന്ന, നിന്റെ കഴിവുകളെ ചോദ്യം ചെയ്യുന്ന, ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്ന രാത്രിയാ. പക്ഷേ എല്ലാ രാത്രിയും പോലെ ഈ രാത്രി 12 മണിക്കൂർ കൊണ്ട് അവസാനിക്കും. അടുത്ത പ്രഭാതം പൊട്ടിപ്പുലരുന്നത് നിന്റെ മറുപടിയുമായിട്ടാ. ഈ രാത്രിയെ കണ്ട് വേദനിക്കരുത്. അടുത്ത പ്രഭാതം നിനക്ക് വേണ്ടിയുള്ളതാ, നിന്റെ മറുപടിയുമായിട്ടുള്ളതാ. നീ വേദനിച്ചെടുത്ത് നിനക്ക് മറുപടിയായിട്ടുള്ളതാണ് അടുത്ത പ്രഭാതം. നീ സങ്കടപ്പെട്ട ഇടത്ത് നിന്റെ മറുപടിയാണ് അടുത്ത പ്രഭാതം. നീ ഉത്തരമില്ലാതെ എന്റെ ഉത്തരം കർത്താവേ എന്ന് വിളിച്ച ഇടത്ത്, അതെ, ഈ രാത്രി വേദനിക്കുന്ന നിനക്ക് അടുത്ത പ്രഭാതം മറുപടിയുടെ പ്രഭാതമാ. അടുത്ത പുലരി വിടുന്നത് എല്ലാവർക്കും സ്വാഭാവികമായി വിടരുമ്പോൾ ആ പുലരി നിനക്ക് വരുന്നത് നിന്റെ മറുപടിയാ. നിന്റെ വേദനയുടെ, നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന്റെ ദിവസമായിട്ടാണ് വരുന്നത്. പതിവുപോലെ നേരം പുലർന്നു. എൻ്റെ ഒരു ചിന്തയെ പറഞ്ഞാൽ ആ രാത്രി മോശയ്ക്ക് ഉറക്കമില്ല, അഹരോനും കൂട്ടർക്കും ഉറക്കമില്ല. മുട്ടയിൽ നിൽക്കുന്ന രാത്രിയാ. ചില രാത്രികൾ അങ്ങനെ ഉണ്ടാകാം, വേദനകളുടെ രാത്രി. ആ രാത്രി ഉറക്കമില്ലാത്ത രാത്രിയാ. ഇതുവരെ ലീഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വരെ എത്തിച്ച തൻ്റെ ജനം, തൻ്റെ പിൻഗാമികൾ, തൻ്റെ കൂടെയുള്ളവർ, തൻ്റെ സഹോദരന്മാർ തനിക്കെതിരെ സംസാരിക്കുക. ആ കലാപക്കൊടി തനിക്കെതിരെ ഉയർത്തിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഉറക്കമില്ലാത്ത ഒരു രാത്രി. ഉറക്കമില്ലാത്ത രാത്രി കഴിഞ്ഞാൽ അതേ പുറപ്പെടുന്ന പ്രഭാതം നിന്റെ മറുപടിയാ. ഈ രാത്രി നീ 4-ാം യാമത്തിലും എഴുന്നേറ്റിരുന്ന് ദൈവത്തോട് നിലവിളിക്കുന്നുണ്ടോ? അടുത്ത പ്രഭാതം നിന്റെ മറുപടിയാ കുഞ്ഞേ. നിന്റെ മറുപടിയാ അടുത്ത പ്രഭാതം, നിന്റെ മറുപടിയാ. അപ്പുറത്തേക്കൊന്ന് എത്തി നോക്കിയാൽ ആഘോഷത്തിന്റെ രാത്രിയാണ് അപ്പുറത്ത് കാണുന്നത്. നാളെ അധികാര കൈമാറ്റം നടക്കുക. ഇതുവരെ കൈവച്ചിരിക്കുന്ന അധികാരം തീർന്ന് ഒരു അധികാര കൈമാറ്റം നടക്കുന്ന ദിവസമാണ് നാളെ. അധികാരം മാറുകയാണ്. അധികാരികൾ അധികാരം മാറുക. ഇതുവരെ കൈവച്ചിരുന്ന അധികാരം മാറുകയാ. എന്നാൽ ഒരു വസ്തുത പറയാം, ദൈവത്താൽ അല്ലാതെ ഒരധികാരവും വരുന്നില്ല. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അധികാരമാണ്. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും വരുന്നില്ല. ഇവിടെ അധികാരം മാറുന്നത്, അധികാര മാറ്റത്തിന്റെ സന്തോഷത്തിൽ, അധികാരം കിട്ടാൻ പോകുന്ന സന്തോഷത്തിൽ ഒരു പാളയം മുഴുവൻ ആഘോഷിക്കുമ്പോൾ എന്തു ചെയ്യണം ദൈവമേ എന്ന് ചോദിച്ച് വേദനപ്പെട്ട് നിലവിളിച്ച് കരയുന്ന, തന്റെ ജീവന തുല്യം സ്നേഹിച്ച തന്റെ സഹോദരന്മാർ, തന്റെ പിൻഗാമികൾ, തന്റെ ചാർച്ചക്കാർ, അവരിതേ കൊടി പിടിച്ചിരിക്കുന്നത്. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുമ്പോൾ ഭാരപ്പെട്ടു പോകരുത്. അടുത്ത പ്രഭാതം നിനക്ക് വേണ്ടിയുള്ളതാ. ദൈവം പറഞ്ഞു നാളെ അതെ, ഇങ്ങനെ ഇസ്രായേൽ മക്കളുടെ പിറുപിറുക്ക് നിന്റെ നേരെയുള്ള നിർത്താൻ പോവുക. എന്തിനാന്നറിയാമോ ഈ ഒരു പരീക്ഷണം? എന്തിനാന്നറിയാമോ ഉറക്കമില്ലാത്ത രാത്രി? ഇനി മേലാൽ ഒരു പിറുപിറുപ്പ് നിനക്കെതിരെ ഉണ്ടാകാതിരിക്കാൻ, ഇനി ഒരു വെല്ലുവിളി ഉണ്ടാകാതിരിക്കാൻ. പതിവ് പോലെ നേരം പുലർന്നു. പ്രഭാതമായി മോശ അകത്തു ചെന്നു, അഹരോൻ അകത്തു ചെന്നു. അവർ വടി എടുത്തുകൊണ്ട് വന്നു. 12 വടികൾ ഒരുപോലെ. എല്ലാ വടിയും വാടി കരിഞ്ഞിരിക്കുമ്പോൾ ഇതാ അഹരോൻ എന്ന് പേരെഴുതിയിരുന്ന വടി, അത് തളിർക്കുമെന്ന് പറഞ്ഞ വടി തളിർത്തു. പോരാ, പൂത്തു. അത് ബദാം ഫലം കായ്ച്ചു കിടക്കുകയാ. ഏകദേശം 5 വർഷം കൊണ്ടുണ്ടാകേണ്ട ഒരു മറുപടി, ഒരു കായ് ഉണ്ടാകണമെങ്കിൽ 5 വർഷം വേണം. പക്ഷേ ഈ ഒരൊറ്റ രാത്രി കൊണ്ട്, ഇന്ന് പ്രഭാതത്തെ മനസ്സിലാക്കി ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട്, പ്രകൃതിയാതീതമായി ഈ ബദാം ഫലം കായ്ക്കുകയോ ഒറ്റ രാത്രി കൊണ്ട് ദൈവം ആരാണെന്നൊന്ന് വെളിപ്പെടുത്തിയ മോശയ്ക്കും അഹ്റോനും ആ കൂടെ നിൽക്കുന്നവർക്കും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവം തെരഞ്ഞെടുത്തവർ ആരെന്ന് വെളിപ്പെടുത്തുന്ന ഒരു രാത്രി. അതേ മറുപടിയുടെ രാത്രിയായി. ഇനി മേലാൽ വനക്കാതെ വേണം, നിന്റെ നേരെ ഒരു വെല്ലുവിളി ഇല്ലാതെ വേണം, നിന്റെ നേരെ വായനക്കാതെ വേണം. ഇതാ നിനക്ക് മറുപടിയായിട്ട് വരിക. വേദനിച്ച് ഭാരപ്പെടുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, ഈ ഭാരവുമായിട്ട് ദൈവസന്നിധിയിലേക്ക് വാ. നാളെ പ്രഭാതം നിനക്ക് വേണ്ടിയുള്ളതാ. നാളെ നിനക്കുള്ള മറുപടിയാ. ഇവിടെ മാത്രമല്ല, നിന്നെ ആ കനാൻ നാട്ട്, വാഗ്ദത്ത നാട്ടി വരെ എത്തിക്കുന്ന, നിത്യരാജ്യത്തിന് വരെ എത്തിക്കുന്ന ദൈവകൃപ നിന്റെ മേൽ കിടക്കുന്നുണ്ട്. ഭാരപ്പെട്ടു പോകണ്ട. നിന്റെ വടി തളർക്കും കുഞ്ഞേ, നിന്റെ വടി പൂക്കും, നിന്റെ വടി കായ്ക്കും. 5 വർഷം കൊണ്ട് സംഭവിക്കേണ്ടത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കും. ഇത് സൂപ്പർ നാച്ചുറലാ. കാരണം ദൈവം നിന്റെ ദൈവമാ. നീ പ്രാർത്ഥിക്കുന്ന ദൈവം നിന്റെ ദൈവമാ. നിന്നെ വിളിച്ചിറക്കിയ ദൈവമാ. നിന്നെ തെരഞ്ഞെടുത്ത ദൈവമാ. ഈ ദൈവം കൈവിട്ട് കളയുകയില്ല. കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടിയിരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് വാഗ്ദത്തം കൂടെയിരിക്കും.
ഒന്നുകൂടി ഉറച്ചു വിശ്വസിക്കാം. കർത്താവ് ലോകാവസാനത്തോളം കൂടിയിരിക്കും, നിത്യതയിൽ എത്തുന്നത് വരെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. ദൈവകരം കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. അദൃശ്യ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അതേ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ഈ വേദന താൽക്കാലികമാ, ഈ പ്രതിസന്ധി താൽക്കാലികമാ, ഈ വെല്ലുവിളി താൽക്കാലികമാ. ദൈവം തെരഞ്ഞെടുത്തവൻ ആരെന്ന് പ്രൂവ് ചെയ്യുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. സകലമാനവും മുഖത്തോട് നെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ മറയ്ക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.